സഹയാത്രി. പൗരോഹിത്യസ്വത്വവും ദൗത്യവും അടിസ്ഥാനമാക്കി 100 ധ്യാന ചിന്തകൾ. അവതരണം ഫാദർ ഹെൻറി പട്ടരുമഠത്തിൽ എസ്.ജെ. സുഹൃത്ത്. ഇതാകുന്നു എൻ്റെ കൽപ്പന: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:12-13. പുരോഹിതൻ ഒരുപാട് പേരുടെ സുഹൃത്താണ്. അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എപ്പോഴും അവനോട് കൂടെയുണ്ടെങ്കിലും അദൃശ്യനാണ്. അവൻ്റെ ഗുരുവും നാഥനുമായ അവിടുത്തെ സൗഹൃദം മൂർത്തമായി അനുഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം സമ്മാനമായി നൽകിയ അനേകം സുഹൃത്തുക്കളിലൂടെയാണ്. പല സാഹചര്യങ്ങളിലായി കണ്ടുമുട്ടിയവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് ജോലി ചെയ്തവർ, ഒരേ സമൂഹത്തിൽ ജീവിച്ചവർ, ഒരുമിച്ച് ആത്മാന്വേഷണം നടത്തുന്നവർ, പരസ്പരം സഹായിച്ചവർ, ആത്മീയ പാതയിൽ ഒരുമിച്ച് നീങ്ങുന്നവർ. ഇങ്ങനെ അവൻ്റെ ജീവിതം ധന്യമാക്കുന്ന ഒരു വലിയ സുഹൃത്ത് സംഘം തന്നെ അവനുണ്ട്. കുട്ടികളും പ്രായമായവരും യുവാക്കളും വ്യത്യസ്ത മതക്കാരും ഗൃഹസ്ഥരും സന്യസ്തരുമൊക്കെയുണ്ട് അക്കൂട്ടത്തിൽ. ദീർഘകാലമായി സുഹൃത്തുക്കളായവരുണ്ട്. അടുത്തയിടെ പരിചയപ്പെട്ടവരുണ്ട്. ചില സുഹൃത്തുക്കൾ ഈ ഭൂമിയിലെ യാത്ര പൂർത്തിയാക്കി കടന്നുപോയിരിക്കുന്നു. പരസ്പരം ഏറെ പങ്കുവച്ചിട്ടുള്ളവർ, അധികമൊന്നും സംസാരിക്കാത്തവർ, എന്തെങ്കിലും സങ്കടമോ ബുദ്ധിമുട്ടോ അനുഭവപ്പെടുമ്പോൾ ഓടിയടുക്കുന്നവർ. സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്കും അവരിലൂടെ അവരുടെ സുഹൃത്തുക്കളിലേക്കും അവൻ്റെ ബന്ധം പടരുന്നു. അപ്രകാരം ആഴവും പരപ്പും നിറഞ്ഞതാണ് അവൻ്റെ സൗഹൃദവലയം. അവനെല്ലാവരുടെയും സ്വന്തമാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പുരോഹിതൻ്റെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ വലിയ ശക്തിയാണ്. കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയിലും അവിടുത്തെ ദൗത്യത്തിലുള്ള പങ്കാളിത്തത്തിലും അവർ അവന് താങ്ങും തണലുമാണ്. അവൻ ഏറ്റെടുത്ത് നടത്തുന്ന പല ദൗത്യങ്ങളും ഏറ്റവും നന്നായി പൂർത്തിയാക്കാൻ അവനെ സഹായിക്കുന്നത് സുഹൃത്തുക്കളാണ്. എല്ലാ സൗഹൃദങ്ങളും ഒന്നുപോലെയല്ല. എല്ലാവരോടുമുള്ള അവൻ്റെ ബന്ധവും ഒന്നുപോലെയല്ല. എന്നാലും താൻ കടന്നു വന്ന പാതയിലേക്ക് നോക്കി പുരോഹിതന് പറയാൻ കഴിയും: അവനെ അവനാക്കിയതിൽ മുഖ്യ പങ്കുവഹിച്ചത് അവൻ്റെ സുഹൃത്തുക്കളാണ്. അവൻ്റെ ഹൃദയരഹസ്യം അറിയുന്നവർ, അവൻ്റെ ഉയർച്ചയിലും താഴ്ചയിലുമെല്ലാം കൂടെയുള്ളവർ, അവൻ്റെ വളർച്ചയിൽ അഭിമാനിക്കുന്നവർ, അവനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവർ. ഇതുപോലെ പുരോഹിതനും ഒരുപാട് പേർക്ക് ആത്മമിത്രവും അത്താണിയുമാണ്. അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അവർ ആദ്യം അന്വേഷിക്കുന്നത് പുരോഹിതനെയാണ്. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും ആഘോഷങ്ങളിലും വിലാപങ്ങളിലുമെല്ലാം അവൻ അവരോടൊപ്പമുണ്ട്. അവരുമായുള്ള എല്ലാ ഇടപെടലുകളിലും അവരുടെ നന്മ മാത്രമാണ് അവൻ കാക്ഷിക്കുന്നത്. അവൻ കൂടെയുണ്ടെന്നത്
അവർക്ക് വലിയ ആശ്വാസമാണ്. അവൻ്റെ സൗഹൃദവും സാന്നിധ്യവും വാക്കുകളും പ്രാർത്ഥനയുമെല്ലാം അവർക്ക് അമൂല്യമായ നിധി പോലെയാണ്. അവരൊന്നു ചേർന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര തുടരുന്നു. ധ്യാനം. സ്വസ്ഥമായിരുന്ന് എനിക്ക് ദൈവം തന്ന നിരവധിയായ സുഹൃത്തുക്കളെ മനസ്സിൽ കൊണ്ടുവരിക. എൻ്റെ ജീവിതം ധന്യമാക്കുന്നതിന് അവരോരോരുത്തരും വഹിച്ച പങ്കോർക്കുക. അവരുടെ സ്നേഹം, സാന്ത്വനം, പ്രോത്സാഹനം, ത്യാഗം, എല്ലാറ്റിലുപരിയായി അവരുടെ സാന്നിധ്യം. അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ എൻ്റെ സൗഹൃദങ്ങൾ ജീവിക്കാനുള്ള കൃപ യാചിക്കുക.